A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണ്. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം ഇനി ഒരു പ്രപ്പോസൽ ലൈഫിൽ വന്ന സ്വീകരിക്കുമോ? ഒരിക്കലും ഇല്ല. പ്രപ്പോസൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഉള്ള സമയത്ത് വരും. അന്നേരം ഞാൻ ഇക്കാനടുത്ത് പറയും. അറിയാത്തവർക്ക് നമുക്ക് നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ. ഇക്ക തന്നെയാണ് എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. അറിയാത്തവർക്ക്, നമുക്കിപ്പോൾ അറിയാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഫിറോസിനെ അറിയാത്ത ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും, ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്ലി രീതിയിൽ അതൊക്കെ ഞങ്ങൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. നിങ്ങൾ അത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം റസൂൽക്ക, അച്ചായനെ കോൺഫിഡൻസ് ഇട്ട് ഈ കാര്യങ്ങൾ പറ, സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ചായൻ്റെ കാര്യങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ. അച്ചായ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇപ്പം ഇതറിയുന്ന ആൾക്കാരും വരുന്നുണ്ട്, വരുന്നില്ല എന്ന് പറയുന്നില്ല, വരുന്നുണ്ട്. ശരിക്കും ആ വരുന്നവരെല്ലാം എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എനിക്ക് നല്ല ഉദ്ദേശം, എനിക്ക് നല്ല രീതിയിൽ എനിക്കറിയാം. പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പോക്കൃത്തം തന്നെയാണ്. നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ഛനടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിന്ന് കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ ഒരിക്കലും നല്ലൊരു ജെനുവൻ ആയിട്ടുള്ളൊരു മനസ്സുകൊണ്ടല്ല അവരൊന്നും വരുന്നത്. എനിക്ക് 2 പിള്ളേർ അല്ലല്ല, ഒരിക്കലും അല്ല. 2 പിള്ളേരുണ്ട് എനിക്ക്. ഞാൻ ഡിവോഴ്സ്ഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ, അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു ലൈഫിലോട്ട് ഒരാൾ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവര് മിസ്ബിഹേവിയറിന് വേണ്ടി മാത്രമാണ് വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാൻ ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്കടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിവിടെ പോയി അവിടെ എല്ലാം അതിനെല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഇപ്പം അറിയാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഫിറോസിനെ അറിയാത്ത ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും, ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്ലി രീതിയിൽ അതൊക്കെ ഞങ്ങൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്.